തൃശൂരിൽ പോലീസിനെതിരെ പ്രകോപനപരമായി പ്രസംഗം നടത്തിയ SFI നേതാവിനെതിരെ ഒടുവിൽ കേസെടുത്ത് പോലീസ്. മാധ്യമ വാർത്തകളെ തുടർന്ന് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിനെതിരെയാണ് കേസെടുത്തത്. SIയുടെ കയ്യും കാലും തല്ലിയോടിക്കുമെന്നായിരുന്നു പരാമർശം. SFI നേതാവിനെതിരെ ജാമ്യം കിട്ടുന്ന വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. അവസാനം മുഖം രക്ഷിക്കാനുള്ള ശ്രമമാണ് പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. വിവരങ്ങളുമായി മനോജ് ചേരുന്നു. മനോജ്, അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ മുഖം രക്ഷിക്കാനുള്ള നടപടി പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പ്രധാനമായും ഇന്ന് ഈയൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞിട്ട് ഏകദേശം 4 ദിവസം, കൃത്യമായി പറഞ്ഞാൽ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ ദിവസങ്ങൾ പിന്നിട്ടിട്ടും കൃത്യമായ നടപടിയുമായി പോലീസ് മുന്നോട്ട് പോകാത്ത സാഹചര്യം. അവസാന ഘട്ടത്തിൽ ഇപ്പോൾ കേസെടുത്ത് മുഖം രക്ഷിക്കാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. എന്താണ് വിശദാംശങ്ങൾ? വിനീഷ്, വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിൽ പോലീസ് ജീപ്പ് SFI പ്രവർത്തകർ അടിച്ചു തകർക്കുന്നത്. അതിനു പിന്നാലെ നടന്ന പ്രതിഷേധത്തിലാണ് SFIയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ടുള്ള ഹസൻ മുബാറക്ക് ഇത്തരത്തിൽ വലിയ തരത്തിലൊരു കൊലവിളി പ്രസംഗം നടത്തിയത്. ചാലക്കുടി SI ആയിട്ടുള്ള അഫ്സലിൻ്റെ കയ്യും കാലും തല്ലിയൊടിച്ച് റോഡിലൂടെ വലിച്ചിഴയ്ക്കുമെന്നും അത്തരത്തിലുള്ള വലിയ തരത്തിലുള്ള ഒരു കൊലവിളി പ്രസംഗമാണ് നടത്തിയത്. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹ മാധ്യമങ്ങളിലും വാർത്തകളിലുമൊക്കെ പ്രചരിച്ചിരുന്നു. എന്നാൽ ആ വിഷയത്തിൽ ഒരു ദിവസം പിന്നിട്ടിട്ടും കൃത്യമായൊരു നടപടിയെടുക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. നേരത്തെ തന്നെ സൂചിപ്പിച്ചതാണ്, ഈ പോലീസൊക്കെ തന്നെ നിസ്സഹായരായി നോക്കി നിൽക്കുമ്പോഴാണ് ആ പോലീസ് വാഹനം അടിച്ചു തകർക്കുന്ന ഒരു സാഹചര്യത്തിലോട്ട് പോയത്. അതിനുശേഷം പോലീസും ഈ SFI പ്രവർത്തകരും DYFI പ്രവർത്തകരും ഒക്കെയായി വലിയ തരത്തിലുള്ള സംഘർഷമുണ്ടായി. മുഖ്യപ്രതിയെ ബലം പ്രയോഗിച്ച് മോചിപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അതിനുശേഷമാണ് ഈ പ്രതികളെ തന്നെ പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞത്. അതിന് പിന്നാലെയാണ് ഈ ഒരു പ്രതിഷേധത്തിൽ കൊലവിളി പ്രസംഗം നടത്തിയിട്ടുള്ളത്. ആ പ്രസംഗത്തിൽ തന്നെ കൃത്യമായും പേരെടുത്ത് തന്നെ പറയുന്നുണ്ട്, പോലീസുകാരുടെയൊക്കെ കയ്യും കാലും തല്ലിയൊടിക്കുമെന്നൊക്കെ കാര്യം പറഞ്ഞിട്ടും ആ ഒരു ഭീഷണി പ്രസംഗം കേട്ടില്ല എന്ന് നടിക്കുന്ന സമീപനമായിരുന്നു പോലീസിൻ്റേത്. അതിനുശേഷമാണ് ഇത്തരത്തിൽ വലിയ തരത്തിലൊരു പ്രതിഷേധം ഉയർന്നു വന്നത്. ആ ഹസൻ മുബാറക്കിൻ്റെ വാക്കുകൾ കേട്ട പൊതുജനങ്ങൾ തന്നെ ഇത്തരത്തിൽ ആക്ഷേപം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ആ ഒരു അവസാന ഘട്ടത്തിലാണ് പോലീസ് മുഖം രക്ഷിക്കുവാൻ വേണ്ടി SFI നേതാവിനെതിരെ കേസെടുത്തിരിക്കുന്നത്. ആ കേസെടുത്തതിൽ കൃത്യമായും തന്നെ 149, 143 അത്തരത്തിലുള്ള വകുപ്പുകൾ, അതായത് പ്രകടനം നടത്തിയതും അതുമായി ബന്ധപ്പെട്ട് കുറ്റങ്ങൾ മാത്രമാണ് നിലവിലെ സാഹചര്യത്തിൽ മുബാറക്കിനെതിരെ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. അങ്ങനെയല്ലേ നമുക്ക് അനുമാനിക്കാൻ കഴിയുക? തീർച്ചയായും സ്റ്റേഷൻ ജാമ്യം, അതായത് ഒരു ID കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നിന്നും ഇറങ്ങി പോരാൻ പറ്റുന്ന ഒരു കേസ് മാത്രമാണിത്. അത്തരത്തിലൊരു കേസാണ് ഈ വധഭീഷണി മുഴക്കിയിട്ടുള്ള ഒരു നേതാവിനെതിരെ, SFIയുടെ നേതാവിനെതിരെ എടുത്തിട്ടുള്ളത്. ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ മറ്റുള്ള സംഘടനകളൊക്കെ തന്നെ കൊലവിളി പ്രസംഗങ്ങൾ നടത്തിയെന്നും ഇത്തരത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കിയെന്നൊക്കെ പറഞ്ഞ് വലിയ തരത്തിലുള്ള കേസൊക്കെ എടുക്കുന്ന പോലീസ് SFI DYFI സംഘടനകൾ നടത്തുന്ന ഇത്തരത്തിലുള്ള കൊലവിളി പ്രസംഗത്തിനെതിരെ എടുക്കുന്നത് ഈ മുഖം രക്ഷിക്കാനുള്ള നടപടിയുമായി പോലീസ് SFI നേതാവിനെതിരെ മുഖം രക്ഷിക്കാനായി കേസ് തൽക്കാലത്തേക്ക് ചുമത്തിയിരിക്കുന്നു. പ്രധാനമായും മാധ്യമ വാർത്തകളുടെയും ഒപ്പം തന്നെ പ്രതിഷേധങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മുഖം രക്ഷിക്കാനുള്ള നടപടിയുമായി പോലീസ് കേസ് SFI നേതാക്കൾക്കെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്.